ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കീബോർഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ലാപ്ടോപ്പിൻ്റെയോ ഡെസ്ക്ടോപ്പിൻ്റെയോ കീബോർഡിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും, അതേപോലെ ഏതെങ്കിലും കീസ് വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലും, ഏതെങ്കിലും കീ ലോങ് പ്രസ് ആയി കിടക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ചില സമയത്ത് നമ്മുടെ കീബോർഡിൽ ഏതെങ്കിലും ഒരു കീ ലോങ് പ്രസ്സായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം സ്ലോ നമ്മുടെ സിസ്റ്റത്തിന് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല ഏതൊക്കെ കീ ആണ് പ്രസ്സായി കിടക്കുന്നത്, അതേപോലെ ഏത് കീ ആണ് കംപ്ലൈൻ്റ് ഉള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യണം. കാരണം ഇത് ഓൺലൈനായിട്ടാണ് നമ്മൾ ഓൺലൈൻ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇത് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എഡ്ജ് ബ്രൗസറാണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് കീബോർഡ് ഓൺലൈൻ കീബോർഡ് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു കീബോർഡ് നമ്മുടെ ഇതിനകത്ത് ഓപ്പൺ ആയി വരും. ഇത് നമുക്ക് മാക്കിലും പറ്റും, അതേപോലെ വിൻഡോസിലും പറ്റും. ബൈ ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ വിൻഡോസിൽ ആയിട്ട് മാറിയിട്ടുണ്ട്. മാക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഇപ്പോൾ വിൻഡോസ് ആയതുകൊണ്ട്, എൻ്റെ ലാപ്പ് വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വിൻഡോസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാം എൻ്റെ കീബോർഡിൽ ഒരു കീസും ലോങ് അതായത് പ്രസ്സായി കിടക്കുന്നില്ല. പ്രസ്സായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ ജി വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ജി പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു ബ്ലൂവിലോട്ട് മാറിയിട്ടുണ്ട്. ഞാനത് റിലീസ് ചെയ്യുമ്പോൾ വൈറ്റിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കീ ഇതേപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലെ ഒരു ബ്ലൂ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കീ പ്രസ്സായിട്ട് കിടക്കുകയാണെന്നുള്ളത്. ഇനി നമുക്ക് ഓരോ കീസും പ്രസ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും കീ ഇതേപോലെ പ്രസ് ആവാതിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കീബോർഡിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ കീ പ്രസ് ആവത്തില്ല. അതേപോലെ ചില കീസ് ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു കീ ഒന്നും എൻ്റെ കീബോർഡിൽ ഇല്ല. അതുകൊണ്ടുമാണ് ഇത് പ്രസ് ആവാതെ കിടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ കീബോർഡിലെ എല്ലാ കീയും പ്രസ് ആയിട്ടുണ്ട്. ഞാൻ F1 അടിച്ചപ്പോൾ നേരെ വേറെ ടാബിലോട്ട് പോയിട്ടുണ്ട്. ചിലത് ഫങ്ഷനായിട്ട് ഈ ഒരു കീസ് ഒന്നും ഇവിടെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു F1 F2 പ്രസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഈ ഒരു ബ്രൗസർ കട്ടാകുക, അതേപോലെ ബ്രൈറ്റ്നെസ് ഒക്കെ മാറി വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കീസും നമുക്ക് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇഷ്യൂ വരില്ല. അതേപോലെ നമ്മുടെ ഈ ഒരു ടച്ച് പാഡിൻ്റെ കീസും വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഏതെങ്കിലും കീ ഇനിയിപ്പോൾ അത് പ്രസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ ഈ ഒരു ബ്ലാക്ക് തന്നെ കാണാൻ ആയിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ലോങ് പ്രസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ നമുക്ക് കീബോർഡിൻ്റെ ഇഷ്യൂ മനസ്സിലാക്കിയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക. കീബോർഡിൻ്റെ കേസിൽ അധികം റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. റിപ്പയർ വളരെ കുറവാണ്. ജസ്റ്റ് അത് കീബോർഡ് റിമൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഹീറ്റ് അടിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അത് പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് റീപ്ലേസ്മെൻ്റ് ആണ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ കീബോർഡിൻ്റെ ഇഷ്യൂ കണ്ടെത്താൻ സാധിക്കും. താങ്ക് യു.